ഈ അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവരെന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്ന അനേകം വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവകാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരാവുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാൻ വചനം നമ്മോട് പറയുന്നു. അങ്ങനെയുള്ള ആത്മീയ ഒരുക്കങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നു. പക്ഷെ അതിനൊന്നും ശ്രദ്ധിക്കാതെ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടുതൽ പരിചയപ്പെടാനും അങ്ങനെ സൗഹൃദം സംഭാഷണങ്ങളും വൈകുന്നേരങ്ങളിലെ ഒന്നിച്ചുള്ള ഒരു ചായ കുടിയൊക്കെയായിട്ട് ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ അടുത്തു. എന്നാൽ ഒത്തിരി വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാ ബിസിനസിനെ കുറിച്ചും ലോകകാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ വളരെ സരസമായിട്ട് സംഭാഷണം ചെയ്യുന്ന അദ്ദേഹം പിന്നീട് ബിസിനസ്സിൽ വളരെ ശ്രദ്ധവാനുവാണ്, നല്ല ബുദ്ധിശാലിയാണ്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചുകൾ പല സ്ഥലത്തും തുടങ്ങി. പിന്നെ എറണാകുളത്തും മറ്റുള്ള വലിയ പട്ടണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തുടങ്ങുകയും പിന്നീട് ഏറ്റവും അടുത്തുള്ള ഈ സ്ഥാപനം വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ പിന്നെ കുറച്ച് നാളത്തേക്ക് കാണാനില്ല. അങ്ങനെ ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് അതുവഴി പോയ സമയത്ത് എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എപ്പോഴും അദ്ദേഹം പറയും, നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുള്ളൂ, കഴിയുന്നു സമ്പാദ്യം ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴേ അദ്ദേഹം പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുകയും അതിൽ വിജയിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടു. അങ്ങനെ ഇരിക്കെ പിന്നീട് ഞാൻ എൻ്റെ ശബ്ദം നവീകരണത്തിലേക്ക് വരികയും ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്ന് ഇടവകയിലെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ അപ്പോൾ ഞങ്ങളുടെ ദേവാലയത്തിൽ ഞാൻ പറഞ്ഞു, ഏതാനും വർഷങ്ങളെ ഇതിൻ്റെ കോർഡിനേറ്റർ ആകാൻ പറഞ്ഞു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വചന പ്രഘോഷണവും ആരാധനയൊക്കെ നടത്തും. അതിന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ് വൈദികരെ വിളിച്ചു വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടുത്തെ ആസന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒരു വൈദികനെ വിളിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ മൃഗാലയുള്ള ഒരു ദേവാലയത്തിൽ പോവുകയാണ്. വൈകുന്നേരം അവിടെ ചെന്നപ്പോൾ അവിടെ വാർഷിക ധ്യാനം, ഇടവക ധ്യാനം നടക്കുകയാണ്. അതുകൊണ്ട് അന്ന് അച്ഛനെ വികാരത്തിനെ കാണാൻ പറ്റിയല്ല. അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വൈദികരെ, പരിചയമില്ലാത്ത വൈദികരെ ഒരു പ്രാവശ്യം പോയി കണ്ട് സംസാരിച്ച് വിളിക്കും, പിന്നീട് ഫോൺ ചെയ്താലും മതി. അന്ന് ഏതായാലും അച്ഛനെ കാണാൻ സാധിക്കുകയായിരുന്നു. മനസ്സിലായി. ഞങ്ങള് ആ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കുരിശുതൊട്ടിയുടെ അടുത്തുള്ള ഒരു ബെഞ്ച് പണിതിട്ടുണ്ട്. കോൺക്രീറ്റ് ബെഞ്ച് 2 കിടപ്പുണ്ട്. അതിലൊന്നിൽ ഞാൻ എൻ്റെ സുഹൃത്തു ഇരുന്നു. അല്പസമയം വചനം കേട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ആ സമയത്ത് ആ പള്ളിയുടെ മോണ്ടലത്തിൽ, പള്ളി നിറച്ചു ആളുകളും പുറത്തുമൊക്കെ ആൾക്കാരുണ്ട്. മോണ്ടലത്തിൽ നടയിലെ പള്ളിയുടെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം നേരെ എഴുന്നേറ്റ് അവിടുന്ന് വരികയാണ്. അപ്പൊ സദ്യ ഭയങ്കര സമയമാണ്. അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ പഴയ സുഹൃത്താണ്. അദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ സംഭാഷണമൊക്കെ നടത്തി. പിന്നെ എന്നോട് പറഞ്ഞു,
ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ സൗണ്ടൊക്കെ പോയി, സ്വരം പോയി. നിങ്ങൾ ഈ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ നിങ്ങളുടെ ജോലി പള്ളിയുടെ വട്ടത്തിൽ നടക്കുകയാണെന്ന് പറഞ്ഞു. സരസമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഇങ്ങനെ അധികം സംസാരിക്കുന്ന അവസ്ഥയായി. ഇപ്പൊ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിനകത്ത് ശരിക്ക് ശബ്ദമൊന്നുമായിട്ടില്ല. ഇപ്പം കർത്താവിനെ സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണ്, സ്വരം പോയതും അതൊക്കെ ഇട്ടേച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരോഗ്യമുള്ള സമയത്ത് 10 പണം ഉണ്ടാക്കണം, അതല്ലാതെ ഇങ്ങനെ നടക്കാണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലാതെ വലിയ കുറ്റങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ അതിനുള്ള ഉപദേശം എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ കേട്ടിരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ധ്യാനത്തിൽ വന്നത് എൻ്റെ ജീവിത പങ്കാളി നിർബന്ധിച്ച് വന്നതാ. ഞങ്ങളിവിടെ ഒരു ബന്ധമുള്ളൊരു വീട്ടിൽ വന്നതാ. വന്നു ഈ ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ വന്നേ ഉള്ളൂ. അപ്പം അവൾ നിർബന്ധിച്ചുണ്ടായി ഞാൻ വന്നത്. ഞാൻ നിങ്ങളുടെ പരിപാടിക്കൊന്നും പോയാൽ തനിക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ പെട്ടുപോയി, അവളെ കൊണ്ടുവരാനും ആയിട്ടില്ല. അപ്പൊ ഞാൻ കൂടാമെന്ന് വന്നേ ഉള്ളൂ. എന്നോട് ചോദിച്ചു, ഈ ധ്യാനിപ്പിക്കുന്ന അച്ഛനെ പറയുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് മത്തായി 10, ലൂക്ക 6, യോഹന്നാൻ 5 ഇങ്ങനെയൊക്കെ നമ്പർ പറയുന്നുണ്ട്. ഈ നമ്പർ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? അച്ഛനുള്ള കാര്യം പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛനാ ഒരു കാര്യം വിശദീകരിക്കണം, അതെല്ലാം വചനം കൂടെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ വീട്ടിൽ പോയ വചനം വായിക്കണം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇത്രയും വലിയ പുസ്തകം ബൈബിള്, അതിനകത്ത് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഞാൻ ചോദിച്ചപ്പോൾ ബൈബിള് വായിച്ചിട്ടില്ലേ? ഞാനങ്ങനെ അധികം ബൈബിളൊന്നും വായിച്ചിട്ടില്ല. അല്ല, അപ്പൊ വീട്ടിൽ നമ്മുടെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അല്പസമയം ബൈബിള് വായിച്ചേരെ, അതിന് ഞങ്ങൾക്ക് സമയം. എൻ്റെ സുഹൃത്തെ, എത്ര സ്ഥാപനങ്ങളുണ്ട്. ഞാന് 2 സ്ഥലത്ത് എൻ്റെ 2 മക്കളിരിക്കും. അവരുടെ സ്ഥലങ്ങളിൽ കൂടെ ജോലിക്കാരെ നിർത്തിയിരിക്കുകയാണ്. അതിലെല്ലാം ഞാൻ പോയി ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് വൈകിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ എത്ര കണക്ക് നോക്കുകയും പഠിക്കുകയും ഈ ബിസിനസ്സിൽ അടുത്ത സ്റ്റെപ്പ് ആലോചിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ സമയമൊക്കെ പോയി രാത്രിയായി, ചിലപ്പോൾ ഒരല്പം മദ്യമൊക്കെ കഴിച്ച് അവർ കിടന്ന് ഉറങ്ങും. പിന്നെ അവളും ഒരു മകൻ വിവാഹം കഴിഞ്ഞു, അവൻ്റെ വൈഫൊക്കെ അവരൊന്ന് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ എതിരായിട്ടൊന്നും ചെയ്യരുത്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയൂ അങ്ങനെയല്ല, പക്ഷെ നമ്മൾ പറയുന്ന അദ്ദേഹം അങ്ങനെ കേൾക്കുമെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുകയില്ല, അതിനകത്തൊന്നും കാര്യമില്ല എന്നൊക്കെ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അങ്ങനെയുള്ള വേറെ കുഴപ്പങ്ങളൊന്നും. പക്ഷെ മുഴുവൻ സമയവും എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കണം, ബിസിനസ് എങ്ങനെ പ്രയോഗിക്കണം, ഈ ലോകത്തിൽ അതാണ് കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, ഒത്തിരി കഴിയുമ്പം മക്കളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് നമ്മൾ ഒരു കൂട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വീണ്ടും കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 2014 നടക്കുന്ന സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് 2006 ആയപ്പോഴേ ഞാനൊരു നമ്മുടെ ഈ വെള്ളിയാഴ്ച പ്രോഗ്രാമിലേക്ക് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്ററെ കാണണം, മറ്റൊരു ആവശ്യം കൂടി ഉണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ അകലെയുള്ള ഒരു വൃദ്ധസദനത്തിൽ ഞാൻ പോവുകയാണ്. അവിടെ ചെന്ന് ആ സിസ്റ്ററെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ നമ്മുടെ ഈ സഹോദരൻ, ഈ സുഹൃത്ത് എന്നെ അന്വേഷിച്ച് ആ മുറ്റത്ത് മാറി നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ഞാൻ കണ്ടു, താനങ്ങോട്ട് കയറി പോകുന്ന കണ്ടു, അപ്പൊ തന്നോടൊന്ന് സംസാരിക്കണം തോന്നി, ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ മാറി ഒരു സ്ഥലത്ത് ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാവുന്ന തനിക്കാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞു. 2 പേർക്ക് ഞാൻ ഈ 1.5 വർഷം കൊണ്ട് നല്ല 2 വീടുകളുണ്ടാക്കി. പിന്നെ
വസ്തുവൊക്കെ അത് പാകം ചെയ്ത് അവിടെ രണ്ടുപേരുടെ പേരിൽ കൊടുത്തു. ഞങ്ങൾക്കുള്ള സമ്പാദ്യം ഇളയ മകന്റെ പേരിലും കൊടുത്തു. ഇനി എന്നെ ആലോചിക്കാനാണ്, ഇപ്പൊ ഞാൻ പതുക്കെ ഇതൊക്കെ നോക്കി കണ്ട് നടന്നാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ പാകം ചെയ്യുകയും അങ്ങനെയൊക്കെ ജീവിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മോനെ, എനിക്കൊരു അബദ്ധം പറ്റി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ആ പഴയ ചുക്കിയുറുക്കില്ല, എപ്പോഴും നല്ല മിടുക്കനായിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി വളരെ വിഷമിച്ച ക്ഷീണിതനായിട്ട് നിരാശനായിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗൻ 12-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവഭയം ഉള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെയാണ്. ക്രൈസ്തവരോട് പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വീടൊക്കെ വെച്ച് വളരെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴേ ഈ ഇളയ മകന്റെ ജീവിത പങ്കാളി പൊതുവെ ഒരു അല്പം ഒരു വഴക്കാളി സ്വഭാവമാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ നിലത്ത് കിടക്കുന്ന കണ്ട് എന്തോ ഞാനൊന്ന് വഴക്ക് പറയുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ അനാവശ്യമായ എന്നോട് പറയാൻ ഒരു പ്രശ്നം പറഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാനൊരു അടി കൊടുത്തു. പിന്നെ അവിടെ മുഴുവൻ കലാപമായി. പഴയ ആ ജീവിത രീതിയും സ്വസ്ഥത കിട്ടാതെയായി. തനിക്കറിയാവില്ല എൻ്റെ സ്വഭാവം, ഞാനൊരു കർക്കശക്കാരൻ ആണ്, സത്യവുമാണ്. പക്ഷെ വേണ്ടാത്ത കാര്യം കൊണ്ട് ഇടപെടുകയില്ല. അവളെന്നോടൊരു അധിക പ്രസംഗം ഞാൻ പെട്ടെന്ന് അടിച്ചു പോയതാണ്. പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകാതെ അവസരം പോലും കിട്ടിയില്ല. അവള് ഭർത്താവിനോടൊക്കെ പറഞ്ഞു ഭയങ്കരമായ ഒരു പ്രശ്നം അവിടെയായി. ഞാനൊരു കൊള്ളാത്തവനാകട്ടെ എന്ന് പറഞ്ഞാൽ അത്ര ദേശക്കാരനും ഇക്കാര്യമൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അവള് പിറ്റേ ദിവസം അവൾ വീട്ടിലേക്ക് പോയി. പിന്നെ മകൻ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ അപ്പനുള്ള വീട്ടിൽ ജീവിക്കാൻ പറ്റിയില്ല. അയാൾ കർക്കശക്കാരനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മകൻ വന്ന് പതിവില്ലാതെ എന്നോടും അല്പം നേരത്തെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ള ദേഷ്യത്തിന് ഞാൻ അവിടുന്ന് ഇറങ്ങി. 1-2 ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചുറ്റി അതിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട ശേഷം ഞാൻ നേരെ ഈ പ്രസംഗത്തിൽ വന്നു. അവിടെ സ്ഥിരമായിട്ടൊന്നുമല്ല, അവർ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ആൾ വഴി അവിടെ കുറച്ച് നാളത്തേക്ക് താമസിക്കുന്നതിനും അതിന് കുറച്ച് സാമ്പത്തികമൊക്കെ ചെയ്ത് ഞാൻ ഈ നാടുകളിൽ ജീവിച്ചു വരികയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റേഴ്സ് എന്നെ ഒരു നവീകരണ ധ്യാനത്തിന് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനയോ ഒരു കുരിശുവരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പറ്റുന്ന ഞായറാഴ്ചകളിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നാൽ വല്ലപ്പോഴും ഒരു കുർബാനയ്ക്ക് പോകും. അല്ലാതെ ആത്മീയ കാര്യങ്ങളിലൊന്നും ചിന്തിക്കാതെ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തിയത്. കാരണം മുഴുവൻ സമയവും എൻ്റെ ബിസിനസ്, എൻ്റെ സമ്പത്ത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ജീവിച്ചു പോയി. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണീരോട് കണ്ണുനീര് വരാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, താനും എന്നോട് ചില സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. എൻ്റെ ഒന്ന് സുഹൃത്തെ, എൻ്റെ ഈ കഥ എല്ലാവരോടും പറയണം. സമ്പത്തിൽ മാത്രം ശ്രദ്ധിച്ച് കർത്താവിനെ അന്വേഷിക്കാതെ നടന്ന എൻ്റെ നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിപ്പം വളരെ അസ്വസ്ഥനാണ്. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലായപ്പോൾ അവരൊക്കെ പറഞ്ഞു, നമുക്ക് അവരെ ഇവിടെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ ഒക്കെ ഒരു അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ എതിർത്തെങ്കിലും ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വസ്ഥതയില്ല. വളരെ സന്തോഷമായിട്ട് ജീവിത പങ്കാളിയായിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ജീവിത പങ്കാളി അവിടെ ഒരു പാവത്താനാണ്. ഞാൻ പറയുന്നത് കേൾക്കും. അവരന്വേഷിച്ചൊരു ദിവസം വന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കർക്കശക്കാരനായതുകൊണ്ട് പിന്നെ അവർ വരുന്നില്ല. അങ്ങനെ വളരെ വിഷമാവസ്ഥയിൽ ഞാൻ ജീവിക്കുകയാണ്.
ഇത്രയും പ്രായമായി, നീ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞ് വളരെ കണ്ണീരോട് കൂടി ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു. നല്ലൊരു സുഹൃത്തായിരുന്നു. അവസാനം യാത്ര പറഞ്ഞ് പോരുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നീട് ആ നാളുകളിൽ അദ്ദേഹം പറഞ്ഞ പോലെ അല്ല സംഭവിച്ചത്. ആ നാളുകളിൽ എൻ്റെ മകൻ അപ്രതീക്ഷിതമായിട്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു കോളേജ് കാമ്പസിൽ തന്നെ ഒരു സെലക്ഷൻ കിട്ടുകയും ഒരു കാനേഡിയൻ കമ്പനിയിൽ കാനഡയ്ക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഞാനും എൻ്റെ മകൻ്റെ കൂടെ കാനഡയിലാണ്. നയാഗ്ര എന്ന സ്ഥലത്തിന് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഈ ഇടവകയിലാണ് പള്ളിയിൽ പോകുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യം നമുക്ക് സംസാരിക്കാം. ക്രൈസ്തലോട്